എന്നോട് വ്യക്തിപരമായി വളരെ സ്നേഹവും അടുപ്പവും ഉണ്ടായിരുന്ന രണ്ട് കുട്ടികളായിരുന്നു കൃപേഷും ശരത്ലാലും. അവരെ ക്രൂരമായി കൊല ചെയ്തു. ഇപ്പോൾ കോടതി ജുഡീഷ്യൽ സ്ക്രൂട്ടണിയിൽ കൂടി CPMന്റെ ഉന്നത നേതാക്കന്മാർ, അതിൽ ഉദുമയിലെ മുൻ MLA കുഞ്ഞിരാമൻ അടക്കം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഈ കേസ് ആദ്യം മുതൽ അട്ടിമറിക്കാൻ ഗവൺമെന്റ് വളരെ മനഃപൂർവ്വം പരിശ്രമിച്ചതാണ്. ഇതിനകത്ത് തെളിവ് നശിപ്പിക്കാൻ പരിശ്രമിച്ചതാണ്. കുറ്റക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ചതാണ്. CBI അന്വേഷണത്തിന് ഉത്തരവുണ്ടായിട്ടും കേസ് ഡയറി CBIക്ക് കൈമാറാതിരിക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിച്ചതാണ്. ഒടുവിൽ കോടതി ഇടപെട്ടിട്ടാണ് കേസ് ഡയറി അവർക്ക് CBIക്ക് കൈമാറേണ്ടി വന്നത്. അതുമാത്രമല്ല, ഇവിടെ പാവപ്പെട്ടവന്റെ വൈദ്യുതി ചാർജ് കൂട്ടിയും വെള്ളക്കരം കൂട്ടിയും കെട്ടിട നികുതി കൂട്ടിയും പിരിച്ചെടുക്കുന്ന നികുതി പണത്തിൽ നിന്നും 2 കോടിയിൽ പരം തുക സുപ്രീം കോടതിയിൽ നിന്നും സംസ്ഥാന സർക്കാർ 2 കോടിയിൽ പരം രൂപ ചെലവഴിച്ച് അഭിഭാഷകരെ കൊണ്ടുവന്നത് ഈ കൊലയാളി സംഘത്തെ ഈ ക്രിമിനൽ പ്രവൃത്തിയിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പാവപ്പെട്ടവന്റെ നികുതി പണത്തിലെ ആ വിഹിതം ഖജനാവിയിൽ നിന്നെടുത്ത് കൊലയാളികൾക്ക് വേണ്ടി ചെലവഴിച്ച ഒരു കേസ് എന്ന ഒരു പ്രത്യേകത കൂടി ഈ പെരിയ ഇരട്ട കൊലപാതക കേസിനുണ്ട്. അങ്ങനെ പരിശ്രമിച്ചിട്ട് പോലും ഈ പ്രതികളെ സംരക്ഷിക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞില്ല. നോക്കൂ, പാർട്ടി പ്രതികളുടെ കൂടെ നിൽക്കുന്നത് മനസ്സിലാക്കാം. ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു സർക്കാർ കൊലപാതകികൾക്ക് വേണ്ടി നിന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും അതെല്ലാം കഴിഞ്ഞിട്ടും ഈ കാര്യത്തിൽ നീതിയുണ്ടാകുന്നു. 10 പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ വീണ്ടും നിയമ സംവിധാനങ്ങളെ സമീപിക്കുമെന്ന് കുടുംബം പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ നിലപാട് പ്രസിഡന്റ് അല്പസമയത്തിനുള്ളിൽ വിശദീകരിക്കും. എന്തായാലും ഉത്തര മലബാറിൽ TP ചന്ദ്രശേഖരന്റെ കൊലപാതകം കഴിഞ്ഞപ്പോൾ ഇനി അത്തരത്തിലൊരു കൊലപാതകം ഉണ്ടാകില്ല എന്നാണ് നമ്മളെല്ലാം പ്രതീക്ഷിച്ചത്. എന്നാൽ അതിനുശേഷമാണ് പെരിയയിലെ കൊലപാതകമുണ്ടായത്, അരിയിൽ ഷുക്കൂറിന്റെ കൊലപാതകമുണ്ടായത്, ഷുഹൈബിന്റെ കൊലപാതകമുണ്ടായത്. ഇനിയെങ്കിലും CPMന്റെ കൊലക്കത്തി താഴെ വയ്ക്കാൻ ഈ കോടതി വിധി കാരണമാകട്ടെ എന്ന പ്രത്യാശ കൂടി കേരളത്തിൽ സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങളോടൊപ്പം ഞങ്ങൾക്കുമുണ്ട്.